വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികൾ, സദസ്സിലിരിക്കുന്ന ബഹുമാന്യർ, ഇവിടെ നമ്മുടെ ജോബിൻ അദ്ദേഹം എഴുതിയ UPSCന്റെ സംബന്ധിച്ച് UPSC പരീക്ഷ പാസ്സാക്കാനെ സംബന്ധിച്ച് ചില വിഷയങ്ങളെ സംബന്ധിച്ച് ഒരു പുസ്തകം അദ്ദേഹം എഴുതിയിരിക്കുന്നു. UPSCന്റെ പരീക്ഷയിൽ 10 കഴിവുകൾ നമുക്ക് ഉണ്ടായിരിക്കണമെന്നാണ് ഇത് നാം മനസ്സിലാക്കണം. ഇത്രയും പലതരത്തിലുള്ള കഴിവ് വേറെ ഏതൊരു പരീക്ഷയ്ക്ക് വേണ്ടി ആരും അതിന് ആവശ്യം വരുന്നില്ല. ഉദാഹരണത്തിൽ അതിന് 3 ഭാഗങ്ങളാണ്. ആദ്യത്തെ പ്രിലിമിനറി പരീക്ഷ. പ്രിലിമിനറി പരീക്ഷയിൽ അവർ നോക്കുന്നത് യുവർ ലെവൽ ഓഫ് റീസണിങ്ങിന്റെ സംബന്ധിച്ചുള്ള നോളേജ്, ലോജിക്കിന്റെ സംബന്ധിച്ചുള്ള നോളേജ്. പിന്നെ റിട്ടൺ പരീക്ഷ. റിട്ടൺ പരീക്ഷയിൽ അവർ നോക്കുന്നത് 5 കഴിവുകളാണ്. ഒന്ന്, താങ്കളുടെ എഴുതാനുള്ള ഭാഷയുടെ കമാൻഡ്. താങ്കൾക്ക് നന്നായിട്ട് ഭാഷ, ഇംഗ്ലീഷ് ആണെങ്കിൽ ഇംഗ്ലീഷ്, മലയാളമാണെങ്കിൽ മലയാളം നന്നായിട്ട് എഴുതാനുള്ള കഴിവുണ്ടോ ഇല്ലയോ എന്ന്. ഈവൻ ഹാൻഡ് റൈറ്റിംഗ് കഴിവുകൾ നമ്മൾ പുറത്ത് വരുന്നത് റിട്ടൺ പരീക്ഷയിലാണ്. 7 പരീക്ഷകളുണ്ട് റിട്ടണിൽ. ഇംഗ്ലീഷ് കമ്പൽസറി, ഹിന്ദി മലയാളം കമ്പൽസറി, എസ്സേ, ജനറൽ നോളേജിൻ്റെ 4 പേപ്പറുകൾ, പിന്നെ ഒരു ഓപ്ഷണൽ പേപ്പറിൻ്റെ 2 പേപ്പറുകൾ. ആക്ച്വലി നമ്മൾ 9 സബ്ജക്ട്സ് ആണ് അവർ നോക്കുന്നത്. അതിനകത്ത് നമ്മുടെ കോഗ്നേറ്റീവ് ഇൻ്റലിജൻസ്, ഇമോഷണൽ ഇൻ്റലിജൻസ് എല്ലാം അവർ കഴിവുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ആ പരീക്ഷ പാസ്സാക്കാൻ പറ്റുള്ളൂ. അവസാനത്തെ ഭാഗമാണ് ഇൻ്റർവ്യൂ. നോളേജ് അവർ കണ്ടു കഴിഞ്ഞു. ഇന്നും അവർ നോക്കുന്നത് താങ്കൾക്ക് ഭാഷയിൽ സംസാരിക്കാനുള്ള പ്രവാഹമുണ്ടോ. അവിടെയാണ് താങ്കളുടെ അവർ ആറ്റിറ്റ്യൂഡ് നോക്കുന്നത്. അവിടെയാണ് അവർ നമ്മുടെ നോളേജ്, കോൺഫിഡൻസ് ലെവൽ എത്രയാണെന്ന് നോക്കുന്നത്. ഇൻ്റർവ്യൂ ബോർഡിൽ നമ്മുടെ ബോഡി ലാംഗ്വേജ് മനസ്സിലാക്കാൻ ഒരു എക്സ്പേർട്ട് പ്രത്യേകം അവിടെ ഉണ്ടാവും. അപ്പോൾ ഇതെല്ലാം മനസ്സിലാക്കാൻ വേണ്ടി അദ്ദേഹം ഒരു പുസ്തകം എഴുതി. ആ പുസ്തകം വായിച്ചാൽ റിട്ടൺ പരീക്ഷയിൽ ജനറൽ നോളേജിൻ്റെ 4 പേപ്പറുകൾ സോൾവ് ചെയ്യാൻ നമുക്ക് സഹായം കിട്ടും. അതുപോലെ ഇൻ്റർവ്യൂവിലെ ഒരു 35 മിനിറ്റ് നമ്മൾ നമ്മൾ സംസാരിക്കുന്നു, കോൺഫിഡൻസ്ഫുള്ള് സംസാരിക്കുന്നുണ്ടോ, നമ്മുടെ ആറ്റിറ്റ്യൂഡ് എന്താണ്, അതെല്ലാം നന്നായിട്ട് പഠിപ്പിക്കാനുള്ള കാര്യങ്ങൾ അദ്ദേഹം പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഈ പുസ്തകം ആളുകൾ വായിക്കും. അതുകൊണ്ട് ആളുകൾക്ക് ഈ പുസ്തകം കൊണ്ട് ലാഭമുണ്ടാവും, ആ വിശ്വാസം എനിക്കുണ്ട്. ഞാൻ ഇവിടെ ഔപചാരികമായിട്ട് അദ്ദേഹം എഴുതിയ ഈ പുസ്തകം ഉദ്ഘാടനം ചെയ്യാൻ അറിയിച്ചിരിക്കുന്നു. ജയ് ഹിന്ദ്.